പത്തരമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ആദർശാണെങ്കിൽ നയനയെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണെന്നുണ്ട്. ആദർശേട്ടൻ ആണെന്നും പറഞ്ഞാണല്ലോ എനിക്ക് അവിടെ നിന്നൊരു കോള് വന്ന്. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടന്ന് ഭാഗ്യവശാൽ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ച ശേഷം നയന വന്ന് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആദർശ് ജയിലിലായ കാര്യം ഞാൻ ജയനും അറിയുന്നതിന് മുമ്പേ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അന്നേ ചെയ്തു. എനിക്ക് മറ്റാരെക്കാളും മോള് വിഷമിക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ എടുത്ത് പറയുന്നുണ്ട്. ആകപ്പാടെ ഞാൻ പേടിച്ചു പോയി ആദർശേട്ട ഇത്ര ദൂരെ ജയിലിൽ എന്നൊക്കെ അറിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ സമനിലെത്തിപ്പോയി എന്നൊക്കെ നയന പറയാണ്. അവരെ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യം കൂടുതലാരും അറിഞ്ഞിട്ടില്ലെന്ന് മുത്തശ്ശൻ പറയാണ്. ഇവിടെയും ആരോട് പറയാനൊന്നും നിൽക്കണ്ട മോള് എന്ന് പറയാണ്. ദേവേനോട് മാത്രം പറഞ്ഞാൽ മതി, കാരണം അവൾ അത്ര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്, മോള് ദേവേനോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ശരി മുത്തശ്ശ എന്ന് പറയാണ്. അങ്ങനെ നയനയാണെങ്കിൽ ഓടിയാണെങ്കിൽ ദേവേനെ എടുത്തിട്ട് ചെല്ലുകയാണ്. അമ്മേ, ആദർശേട്ടൻ വിളിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ദേവേനിക്ക് ഭയങ്കര സന്തോഷവുമാണ്. ആദർശേട്ടന് വേറെ കുഴപ്പമൊന്നുമില്ല. ജയിലിലാകാൻ പല ശ്രമങ്ങളൊക്കെ നടന്ന് അതിൽ നിന്നെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആദർശേട്ടൻ രക്ഷപ്പെട്ട് കുഴപ്പമൊന്നുമില്ല, എന്നെ വിളിച്ച് ഉടനെ തന്നെ നാട്ടിലേക്ക് എത്തുമെന്നും പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞ് ഈ കാര്യം ഇപ്പോൾ അവിടെ ആരോടും പറയണ്ട എന്നാണ് മുത്തശ്ശൻ പറഞ്ഞേക്കുന്നത്. ദേവന് പറയാണ്, അതാ നല്ലത്. ജലജയും അവളുടെ മോനും നവ്യയൊക്കെ ഒന്ന് കുറച്ചുകൂടെ സന്തോഷിക്കട്ടെ, ആരും അറിയണ്ട, എൻ്റെ മോൻ ഇങ്ങനെ നാട്ടിലെത്തുന്നവരെ ആരും അറിയണ്ട എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ആദർശാണെങ്കിൽ നയനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇന്ന് രാത്രിയിൽ എത്തും, അവിടെ ആരോടും പറയണ്ട ഞാൻ എത്തുന്ന കാര്യം എന്ന് നയനയോട് പറയണം. നയന പറഞ്ഞാൽ ശരി ആദർശേട്ടാ, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്ന് പറയണം. അങ്ങനെ രാത്രിയിലാണെങ്കിൽ ദേവയാനിയും നയനയും കൂടെ നമ്മുടെ ആദർശിനെ കാത്തിരിക്കുകയാണ്. ആദർശാണെങ്കിൽ ഇറങ്ങുന്ന കാണുമ്പോഴേ രണ്ടുപേർക്കും നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഓടിപ്പോയി നയനെ കെട്ടിപ്പിടിക്കുകയും ദേവേനയെയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവേനെ ചോദിക്കണം, മോനെ ആരാണ് ചതിച്ചേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടമ്മേ, ഇനി കുറച്ച് തെളിവും കൂടെ മാത്രം മതി എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നെ ഞാനിവിടെ വന്ന കാര്യം ആരും അറിയണ്ട, കാരണം ഞാനിവിടെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അത് ശരിയാവത്തില്ല, പ്രത്യേകിച്ച് അബിയും അവൻ്റെ അമ്മയും എന്ന് പറയണം. 2 ദിവസം ഞാൻ ആ മുറിയിൽ തന്നെ ഇരുന്നോളാം എന്ന് പറയാണ്. എല്ലാവരുടെയും സ്വഭാവം കൂടുതലും മനസ്സിലാക്കാൻ പറ്റൂ എന്ന് ആദർശ് പറയുകയാണ്. ശരി മോനെ, അങ്ങനെ തന്നെ ചെയ് എന്ന് ദേവയാനിയും പറയുന്നുണ്ട്. പിന്നെ ആദർശാണെങ്കിൽ മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. ആദർശ് ആ വീട്ടിലുള്ള കാര്യം ആരും അറിയുന്നില്ല. ഈ സമയത്താണെങ്കിൽ അബിയും ജലജയൊക്കെ അങ്ങ് ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ ജയിലിലായാലോ, ഇനി പുറത്തിറങ്ങത്തില്ലല്ലോ എന്ന് ജലജ അബിയോട് പറയുകയാണ്. ഇല്ലമ്മേ, അമ്മ വിഷമിക്കണ്ട, അവൻ പുറത്തിറങ്ങാൻ നോക്കുന്നതോടും ഞാൻ കൂടുതൽ കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കും. എൻ്റെ അവിടുന്ന് ഫ്രണ്ട് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട്, അതുപോലെ അവൻ എല്ലാ കാര്യവും നോക്കുന്നുണ്ടെന്നൊക്കെ അബിയാണെങ്കിൽ ജലജയോട് പറയുന്നുണ്ട്. നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യ എന്താന്ന് ചോദിക്കുന്നത്. ഏയ് ഒന്നുമില്ല മോളെ, നയനയുടെ കാര്യം പറഞ്ഞേ. അവളാണെങ്കിൽ ഓരോ സമയത്ത് ഓരോ ജോലി ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയല്ലേ എന്ന് പറയാണ്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ലേ, പിന്നെ അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത്, അവരോട് പോയി പണി നോക്കാൻ പറ എന്ന് നവ്യ പറയാണ്. എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവുകയാണ്. അപ്പം നവ്യ പോയി കഴിയുമ്പോഴത്തേക്ക് ജലജ പറയാണ്, അവിടെ കാശ് വന്നതിൻ്റെ അഹങ്കാരം അവക്കും ഉണ്ട് എന്ന് പറയാണ്. അപ്പം ബബി പറയാണ്, അതൊക്കെ സഹിച്ചല്ലേ പറ്റത്തോളമ്മേ, ഇപ്പം അവളെ എന്തായാലും സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് അബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. വേണുവാണ്. എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയാണ്, ഫോണിൽ കൂടെ പറയണ്ട, ഞാൻ നേരിട്ട് കാണാം എന്ന് പറയണം. അങ്ങനെ അവർ നേരിട്ട് കാണാൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, ആരാ എന്ന് ചോദിക്കുകയാണ്. അത് അനാമികയുടെ അച്ഛന്, അയാൾ കൃഷ്ണൻ്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞ് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന്. അയാൾക്കാണെങ്കിൽ അതൊക്കെ ടെൻഷനാണ്, കാര്യങ്ങളൊക്കെ എന്തായെന്നറിയാൻ. കാരണം അയാളുടെ മോള് ഇവിടെ കിടന്ന് കുറേ അനുഭവിച്ചല്ലോ, അതിൻ്റെ ഒരു പ്രതികാരം അയാൾക്ക് നല്ലോണം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജലജ പറയാണ്, അത് തന്നെ, മൂർത്തി കുടുംബത്തിൻ്റെ തകർച്ച മറ്റുള്ളവരും സന്തോഷം ആക്കട്ടെ. ഈ ചെന്ന് വേണുവിൻ്റെ അടുത്തും അയാളുടെ മോടത്തും ആദർശ് ഇപ്പോഴെങ്ങും ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ല, അവൻ്റെ ജീവിതം മിക്കവാറും ജയിലിൽ തന്നെ ഒടുങ്ങും എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയാണ്. ഞാൻ ചെന്ന് പറയട്ടെ അമ്മയെന്നും പറഞ്ഞിട്ട് അബി അങ്ങ് പോവുകയാണ്. അങ്ങനെ അവരൊരു സ്ഥലത്ത് വെച്ച് വേണുവിനെയും അനാമികയും കാണുന്നുണ്ട്. അപ്പം ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അനി ആ വഴി പോകുന്നത്. അപ്പോൾ അനി ഇവരെ കാണുന്നുണ്ട്. അനി വിചാരിക്കുകയാണ്, ഇവർക്ക് എന്താ സംസാരിക്കാനുള്ളത്, ഇവൻ എന്തോ ഈ പറയുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം സൈഡിലേക്ക് വണ്ടി നിർത്തി അനിയാണെങ്കിൽ ആ സംസാരിക്കുന്ന ഭാഗത്തോട്ട് വരികയാണ്. അപ്പം അങ്ങോട്ട് വന്ന് സൈഡിൽ മാറി നിന്നിട്ട് ഇവർ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അപ്പം വേണു ചോദിക്കുകയാണ്, അവൻ ഇപ്പോഴെങ്ങാനും ജയിലിൽ നിന്ന് ഇറങ്ങുമോ? അപ്പം
അഭി പറയാണ്, ഏയ് അവൻ ഇപ്പോഴെങ്ങും ഇറങ്ങത്തില്ല, അവൻ ഇറങ്ങാൻ ശ്രമിച്ചാലും അതിനപ്പുറം പണി ഞാൻ കൊടുക്കുന്നുണ്ട്, എൻ്റെ ആൾക്കാരവിടെ ഉണ്ട് എന്ന് അഭി പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അനിയൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്ന മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണ്. അമ്മ ചോദിക്കുകയാണ്, അവൻ ജയിലായ കാര്യം നയനെ അറിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട്? അപ്പോൾ അഭി പറയാണ്, നയന ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ നടക്കുന്നു, അതുപോലെ അമ്മയും ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട്. എനിക്കതാ വേണ്ടുന്നത്, അവനെ സ്നേഹിക്കുന്നവരെല്ലാം കരയണം, ആ കുടുംബത്തിലുള്ള എല്ലാവരും കരയണം, അതാ എനിക്ക് വേണ്ടുന്നതെന്ന് അഭി പറയാണ്. അപ്പോൾ വേണു പറയാണ്, നീയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് അവിടെ ആരെങ്കിലും അറിഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവോ എന്ന് പറയുകയാണ്. ആരറിയാനാ, ഇത് ദുബൈ നടക്കുന്ന കാര്യം ഇവിടെ നാട്ടിൽ ഞാൻ എന്ത് ചെയ്യാനാ, അതുകൊണ്ട് അതങ്ങും ആരും അറിയാൻ പോകുന്നില്ല, ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്, ആരും അറിയത്തില്ല എന്ന് അഭിയാണെങ്കിൽ വേണുവിനോട് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൻ്റെ അമ്മ, എൻ്റെ വല്യമ്മ, എന്നെയും എൻ്റെ അമ്മയെ അത്രയ്ക്ക് മേൽ ചവിട്ടിത്താക്കുന്നുണ്ട്. മാത്രവുമല്ല ആ കുടുംബത്തിലുള്ള എല്ലാവരും കരയണം, അതാ എനിക്ക് വേണ്ടുന്നതെന്ന് പറയാണ്. ഞാൻ ജയിലിൽ കിടന്നതിൻ്റെ വേദന എന്തോന്ന് അവർക്ക് മനസ്സിലാവണം എന്ന് പറയാണ്. ഇനി അടുത്ത പണി വെച്ചേക്കുന്നത് എനിക്കാണ്. അവനാണെങ്കിൽ എന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കി, അതിനുള്ള പണി ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. ആ കുടുംബത്തിലെ ഓരോരുത്തരും ഞാൻ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കും എന്ന് പറയുകയാണ് അഭി വേണുവിനോട്. അപ്പോൾ വേണുവിനും അനാമിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ അനി അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അനിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നു. അനി നേരെയാണെങ്കിൽ എടുത്തിട്ട് കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ വീണ്ടും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അനി നേരെ വരുന്നത് വീട്ടിലോട്ട് വരുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ പെട്ടെന്ന് ഇങ്ങനെ വന്നത്, നീ ഓഫീസിലേക്ക് പോകുമെന്നും പറഞ്ഞാണല്ലോ പോയത്, പിന്നെ എന്താ ഇങ്ങനെ വന്നത്? ഏയ് ഒന്നുമില്ല അമ്മേ. അഭി എങ്ങോട്ടാ പോയേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവൻ ആരെയോ കാണണമെന്ന് പറഞ്ഞ് പോയേക്കുവാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് മുത്തശ്ശനും അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താണ്ടാ പോയിട്ടിങ്ങി വന്നത്? ഏയ് ഒന്നുമില്ല മുത്തശ്ശ എന്ന് പറയാണ്. ഒന്നുമില്ലാതെ നീ തിരിച്ചു വരത്തില്ല, അത് ഉറപ്പാ എന്നും പറഞ്ഞ് ദേവയാനി അങ്ങോട്ട് വരികയാണ്. ഒന്നുമില്ല, ആദർശേട്ടൻ്റെ കാര്യം എന്തായി മുത്തശ്ശ, ആദർശേട്ടനെ ഇപ്പോഴെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്ന് അനി ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, അത് ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് മോനെ എന്ന് പറയാണ്. അനിയേച്ചി ഇതുവരെ ആണെങ്കിൽ ആദർശേട്ടൻ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അഭി അങ്ങോട്ട് വരികയാണ്. നീ എവിടെ പോയിട്ട് വരിക എന്ന് അനി ചോദിക്കുകയാണ്. ഞാൻ എവിടെ പോയാലും നിനക്കെന്താ, നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് അനിയടുത്താണെങ്കിൽ അഭി ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശ ഞാനൊരു വീഡിയോ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അനിയാണെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്തത് എടുത്ത് മുത്തശ്ശനെ കാണിക്കണം. അത് കാണുമ്പോഴത്തേക്ക് മുത്തശ്ശന് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്ന് മുത്തശ്ശൻ ഇങ്ങോട്ട് വന്ന് അബിയുടെ കൊളറി പിടിച്ചിട്ട് വയ്ക്കുകയാണ്. അപ്പം നീയാണ് ഇതിൻ്റെ പിന്നിലല്ലേ, ഈ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ മറ്റുള്ളവരെ വെച്ച് ആദർശനെതിരെ കരുക്കൾ നീക്കൊണ്ടിരുന്നതാണ് അല്ലേ, നീയാണെങ്കിൽ നിന്നെ പോലെ തന്നെ ആദർശനെ ജയിലിൽ കടത്താൻ നോക്കി എന്നും പറഞ്ഞ് അബിക്കിട്ട് നല്ല അടി കൊടുക്കുകയാണ്. അപ്പം ദേവേനെ ചോദിക്കുന്നത്, എന്താ വെച്ചാൽ എന്താ ഇവനായിരുന്നു മോളെ ആദർശനെ ജയിലിൽ കടത്താനുള്ള എല്ലാ പ്ലാനിൻ്റെയും പുറകിൽ എന്ന് പറയാണ്. നീ പറയാണ്, ഞാനാണെങ്കിൽ ഓഫീസിലേക്ക് പോകും വഴി ഇവനാണെങ്കിൽ ആ വേണുവിനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇവർ സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്ന് നിന്നപ്പം ഇവർ പറയുന്നത് ആദർശേട്ടനെ ജയിലിലാക്കിയ കാര്യമാണ്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവനാണ് അതിൻ്റെ പിന്നിലെന്ന് മനസ്സിലായി. അപ്പം ഇവൻ്റെ കള്ളത്തെ എല്ലാവരും അറിയണമല്ലോ, അതുകൊണ്ട് ഞാനത് ഫോണിൽ വീഡിയോ എടുത്തതെന്ന് അനി പറയുകയാണ്. ദേവേന ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നീ അപ്പം എൻ്റെ മോനെയും ജയിലിലാക്കാൻ ശ്രമിച്ചില്ലയോ, നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ മോൻ ചെയ്തു എന്ന് ആ ഉപകാരമെല്ലാം നീ മറന്ന് എൻ്റെ മോനെ ജയിലിലാക്കാൻ നോക്കി എന്ന് ചോദിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശനകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. ആദർശനെ കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്. നീയാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ആദർശേട്ടാന്ന് പറഞ്ഞ് ഓടിപ്പോയി ആദർശനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ആദർശ് ഇങ്ങോട്ട് വന്നിട്ട് അബിയുടെ കാണത് ഒറ്റയടിയാൻ കൊടുക്കണം. എന്നിട്ട് ചോദിക്കാനാ, ഈ ആയിരുന്നു ഇതിൻ്റെ പിന്നിലല്ലയോ, എനിക്ക് അന്നേരേ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന കാര്യം ആരോടും പറയണ്ടെന്ന് അമ്മയോടും നയനോടും പറഞ്ഞത്. പ്രത്യേക ജലജയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. മുത്തശ്ശൻ വന്ന് അഭിയെടുത്ത് പറയാണ്, നീ ഈ കുടുംബം നശിപ്പിക്കുക, അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടുപോലെ ഇപ്പം ഇറങ്ങിക്കോണം, നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പറയുമ്പോഴത്തേക്ക് ജലജ വന്ന് പറയണം, അച്ഛാ അഭി എവിടെ പോവാനാ, അഭി ഇവിടെ അല്ലാതെ വേറെ എവിടെ നിൽക്കാനാ? മുത്തശ്ശൻ പറയാണ്, അഭി പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ കൂടെ പോയിക്കോ, നിന്നെ ആരും തടയത്തില്ല, നീ ഇവിടുന്ന് പോകുന്നത് തന്നെ നല്ലത്, കുടുംബം നശിക്കാൻ വേണ്ടി ഒരമ്മയും മോനും എന്നും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് കയറി പോവുകയാണ്. ഇതൊക്കെ കേട്ട് ജലജയും കൂടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.